ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നുള്ളത് കമ്പത്ത് MSRൻ്റെ മുന്തിരിത്തോട്ടത്തിലാട്ടോ. പലതവണ ഞാനിവിടെ ഈ മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ കാണുന്ന സംഭവങ്ങളിലെല്ലാം ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണേ. അന്നൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു 10-14 തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് പിള്ളേർക്ക് പറ്റിയത്. പിള്ളേർക്ക് തന്നെ വലിയവർക്ക് പറ്റിയ ആക്ടിവിറ്റീസും ഉണ്ട്. നമ്മളിത് ഇവിടെ സൈക്ലിങ് മാത്രമായിട്ട് എടുത്തുള്ളൂ. ഇതിപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ മേളിൽ കൂടെ ഒരു സൈക്ലിങ് ആവാമെന്ന് വെച്ചു. എനിക്കിതൊക്കെ കയറാൻ പേടിയാണ്. ഇതിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ പോയി വല്ല താഴത്തേക്ക് വീണ് അതുമായി എന്നുള്ള ചിന്താഗതിയിൽ പോണയാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അതിനുള്ള ധൈര്യമില്ല എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ മുന്തിരിത്തോട്ടത്തിലേക്ക് കയറി കേട്ടോ. ഇഷ്ടംപോലെ മുന്തിരി ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അത് നല്ല ബ്ലാക്ക് കളറിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാസ് എടുത്തേക്കുന്നതുകൊണ്ട് അമ്പൂര് അടച്ച് പാസ് എടുത്തവർക്ക് മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കും മുന്തിരിത്തോട്ടം കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റും. ഇവിടെ പല വിധത്തിലുള്ള എന്താ പറയണേ, ഒരു പണ്ടത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ഇവരൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്പൂരേക്ക് വെറുത്താട്ടോ ഇത് കയറാൻ. ഇത് ഒരു നല്ലൊരു മുതലേനൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറും പോലെയൊക്കെയാണ് നമുക്കിത് ഫീൽ ചെയ്യണത്. ഞാൻ ആദ്യമായിട്ടോ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ കാണുന്നത്. നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഒരു രക്ഷയുണ്ടായില്ല. ഇതിൽ തന്നെ നിന്നെങ്കിലോ എന്ന് ഓർത്ത് പോയി. അതെല്ലാം കഴിഞ്ഞത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു കേട്ടോ. ബോഗൺ വില്ലാസാണ് മൊത്തം പലതരത്തിലുള്ളത്. പിന്നെ ജമന്തി അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പിള്ളേരൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കാൻ തോന്നുന്നു കേട്ടോ. നടന്ന് ക്ഷീണിച്ചിട്ടേ. നല്ല വെയിലാട്ടോ. നല്ല വെയിലത്താണ് ഞങ്ങൾ വന്നത്. ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 1 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അത് നല്ല ബന്ദിപ്പൂവൊക്കെ പൂത്ത് നിൽപ്പുണ്ടേ. ഞങ്ങളതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഒന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് നിറച്ചും തക്കാളി ഉണ്ടായി കിടക്കുകയാണ്. എന്തൂരം തക്കാളികളാണോ, നല്ല ചുവന്ന തക്കാളികൾ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ വിത്തും അവിടെ അവൈലബിൾ ആട്ടോ. പിന്നെ ഇത് ഇങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഒരു വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞു കുളം തന്നെ, ആ കുളത്തിനകത്തൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ പോകുമ്പോൾ കുറച്ച് ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിള്ളേർക്ക് ഊഞ്ഞാലാടാനൊക്കെ. പിന്നെ ഞാൻ അത് കാണുന്ന സംഭവം കണ്ടത്, ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ പണിത വ്യക്തി. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ടോ ഈ ഫോട്ടോയിലാണെങ്കിൽ പോലും ഇങ്ങനെ കാണുന്നത്. ഇവിടെ അതിൻ്റെ ഒരു മോഡലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ ഒരു മോഡലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് കാണാൻ. എൻ്റെ കസേരയൊക്കെ ഇരിക്കുന്ന കസേരയുടെയൊക്കെ ഒരു ഭംഗി ഭയങ്കര കേട്ടോ. ഇത് മുല്ലപ്പെരിയാറിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാട്ടോ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് പറയാം. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പോൾ കാണുന്നു, നമ്മളെപ്പോഴും മൂന്നാർ പോകുമ്പോൾ കാണുന്ന നമ്മുടെ കൂറ്റൻ പൈപ്പുകൾ കാണാറില്ലേ, അത് തന്നെ കിടക്കുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല ഉണക്കമുന്തിരി ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് പച്ചമുന്തിരി ഉണക്കി ഉണക്കമുന്തിരി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കും കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ പോന്നു ഇറങ്ങി കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സ്റ്റേ ട്യൂൺ മൈ ചാനൽ. താങ്ക് യു.